ഹായ് ഹലോ മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്കിതാ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുട്ട് തയ്യാറാക്കാം. അപ്പോൾ നല്ലൊരു അവിൽ പുട്ടാട്ടോ, അവിലുകൊണ്ടുള്ള ഒരു പുട്ട്. അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാം, അതുപോലെ നല്ല ഈസിയാണ്, അതുപോലെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇച്ചിരി അവിലുണ്ടെങ്കിൽ അതുകൊണ്ടൊരു പുട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഡബിൾ വേർഡ്സിൻ്റെ നല്ല ചമ്പ അവൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ആദ്യം ഒന്ന് അത് പേറ്റി കളയാം, അതിൻ്റെ പൊടി വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് പോകും. അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ അവലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് ഒറ്റ ട്രിപ്പിൽ പൊടിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു 2-3 പ്രാവശ്യമായിട്ട് ഈ അവലെല്ലാം ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയിലെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ അവലെല്ലാം ഞാനിതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കൊരു ചെറിയ ചൂടുവെള്ളം എടുക്കുക. ഒരുപാട് ചൂട് വേണ്ട, ചെറിയ ചൂടില്ലേ, ഒരു ഇളം ചൂടിൽ ഉള്ള വെള്ളം കൊണ്ട് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ, ഒരുപാട് ചൂടെടുക്കരുത്. ചെറിയൊരു ചൂടിലുള്ള വെള്ളം എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നനച്ചെടുക്കുമ്പോൾ ഇതൊന്ന് കട്ട പോലെ തോന്നും. പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഇതൊന്ന് നനച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം നനച്ചതിന് ശേഷം മിക്സിയിലിട്ട് ഒരുപാട് വെള്ളമായി പോരുത്, ഒരു കറക്ക് കൂടെ ഒന്ന് കറക്കിയെടുക്കുക. നമ്മൾ പൊടിക്കുന്ന ജാറില്ലേ മിക്സിയുടെ, ആ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സകലം പോലും കട്ടയില്ലാതെ നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് കിറക്കിറന്ന് 2 കറക്ക് കറക്കിയെടുത്താൽ മതി. ഒരുപാടിട്ട് അടിക്കരുത് കേട്ടോ, പൾസ് മൂഡിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കണ്ടോ, കട്ടയൊന്നുമില്ലാത്ത നല്ല പുട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള പുട്ടാണ്, നല്ല സ്പോഞ്ച് പോലത്തെ പുട്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഞാനിതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുട്ടിൻ്റെ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പുട്ടുകുറ്റിയിൽ മാവ് വാരി വെച്ചാൽ മതി. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയം വരട്ടെ. നമുക്കിതാ ഈ മാവിന് നമ്മുടെ പുട്ടുകൂടം വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ചില്ലിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ തേങ്ങ ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഇച്ചിരി ഏറെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് വാരി വയ്ക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ ആയതിന് ശേഷം മാവിട്ട് കൊടുക്കാം. വീണ്ടും മാവ് ഇട്ടതിന് ശേഷം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക. അറിയാം, പുട്ട് വാരി വയ്ക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവരോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്, പാചകം ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മാവ് ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് തേങ്ങാപ്പീര ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ മാവ് കോരി നിറയ്ക്കുക, വീണ്ടും തേങ്ങാപ്പീര, അങ്ങനെ എല്ലാം ഫുള്ളായതിനു ശേഷം നമുക്ക് മണ്ടയ്ക്കും കൂടെ തേങ്ങ വെച്ച് കൊടുക്കണം. മണ്ടയ്ക്കും കൂടെ തേങ്ങ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. തേങ്ങ ഇച്ചിരി ഏറെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഒന്നുകൂടെ. അതുപോലെ എളുപ്പമാണ്, ഒരുപാട് സമയം ഒന്നും ആവത്തില്ല. ഈസി റെസിപ്പിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ നമുക്കിപ്പോൾ അരിയൊന്നും വെള്ളത്തിൽ ഇട്ടില്ല, അല്ലെങ്കിൽ മാവൊന്നും അരച്ച് വയ്ക്കാൻ മറന്നുപോയി എന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഇച്ചിരി അവലെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതുപോലെ തേങ്ങയെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അത് അടുപ്പിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇതുപോലെ തിളച്ചതിന് ശേഷം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് ഒന്ന് ആവി കയറട്ടെ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് പേര്, നിങ്ങൾ പല സ്ഥലത്ത് ഇരിക്കുന്നവർ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ സ്നേഹം എന്നും ഇതുപോലെ വേണം. അപ്പോൾ എല്ലാവരും എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. ഇപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കി എല്ലാ പുട്ടും ഇതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ തേങ്ങയൊക്കെ 3-4 സ്ഥലത്തിടുക. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് 2-3 പീസായിട്ട് എടുക്കുന്നവരുണ്ട്, 2 മാത്രം പീസായിട്ട് പുട്ട് 4 പീസാക്കി എടുക്കുന്നവർ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ പുട്ടെല്ലാം ഞാനിതുപോലെ ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള, അതുപോലെ തന്നെ നല്ല രുചികരമായ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.